ഈ ഓണം മെമ്പർ ലോട്ടറി വിന്നറിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഭയങ്കര ആകാംക്ഷയും അത്ഭുതവും ഒക്കെയാണ്. അതായത് ആരാണ് ആ ഭാഗ്യശാലി, 3 കോടി ജനങ്ങളിൽ നിന്ന് ആരാണ് ആ ഭാഗ്യശാലി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ കഴിഞ്ഞ ഓണം മെമ്പറിന്റെ പ്രഖ്യാപിച്ച സമയത്ത് വലിയ കോമഡികളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ 24 ന്യൂസോ റിപ്പോർട്ടറോ ആണ്, അത് ഏത് ചാനലാണെന്ന് ഓർമ്മയില്ല, അവിടുന്ന് വിളിക്കുന്നു, ഒരാളെ മാറിയെടുക്കുന്നു, ഇങ്ങനെ ചോദിക്കുന്നു, ഇയാൾ ആ പേര് ചോദിക്കുന്നു. അപ്പൊ അല്ല, ജംബുലുങ്കോന്ന് അങ്ങനെ എന്തോ പേര്, അങ്ങനെ ഒരാളായിരുന്നു അത്. അങ്ങനെ അത് ലൈവായിട്ട് അയാൾ ചീത്ത വിളിക്കുന്നു, അങ്ങനെ അത് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഇത്തവണയും റിപ്പോർട്ടർ ചാനലൊക്കെ ഇറങ്ങി എന്താണ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കണ്ടുപിടിച്ചിട്ട് ഇറങ്ങുള്ളൂ ആരാണ് ആ ഭാഗ്യശാലി, അയാളെ ഫോട്ടോ നമ്മൾ പ്രസിദ്ധീകരിക്കും, അവനെ നാട്ടിൽ നിന്ന് അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും എന്നും പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവൻ ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ പേടിച്ച് വാതിലൊക്കെ ഡോറും വീടും പൂട്ടിയിട്ട് എവിടെയോ കടന്നു കളഞ്ഞു എന്നാണ് അറിയുന്നത്. എന്നെങ്കിലും ഇനി ഒരു ദിവസം ഈ പറയുന്ന ബാങ്കിൽ ഒരു ചെക്ക് വരും, അല്ല ചെക്കല്ല ആ സാധനം. അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരായിരിക്കും ഇത് അറിയുന്നത്, അന്ത ആള് നീങ്ങളാ എന്ന് ചോദിക്കണം. അല്ല, പക്ഷെ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പുറത്തു പറയാൻ പറ്റില്ല, കാരണം സ്വകാര്യത സൂക്ഷിക്കണം. പറ്റില്ല, പക്ഷെ അവർക്ക് അറിയാൻ പറ്റും, അവർക്കറിയാൻ പറ്റും. ഈ പൊല്ലാപ്പൊക്കെ കഴിഞ്ഞ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ആലോചിച്ചു. ആ സ്ത്രീയാണ് ഇത്തവണ ഭാഗ്യശാലി ഒരു സ്ത്രീയാണ്, അതും ദിവസ വേതനത്തിന് പോകുന്ന ഒരു സ്ത്രീയാണ്, നിർധനയായ ഒരു സ്ത്രീയാണ്. അതായത് ജീവിക്കാൻ ഒരു മാർഗവും. വളരെ നല്ല കാര്യം. എന്നോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യമുണ്ട്. ഇവരോടൊപ്പം ഇവരിത് ആരാണ് അടിച്ചതെന്നുള്ളത് ഇവരുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് അറിയായിരിക്കും. ഇപ്പൊ ഇവരോട് സ്നേഹം നടിച്ച് ഒരുപാട് പേര് ഇപ്പൊ കൂടെ വരും. പക്ഷെ ഇവര് എനിക്ക് തോന്നുന്നു അവര് കുറച്ചുകൂടെ ബുദ്ധിയുള്ള സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോട്ടറി ഏജന്റ് ലതീഷിന് ആളെ മനസ്സിലായി, നെട്ടൂരുള്ള സ്വദേശിയാണ് അവര്. അപ്പൊ ഇവരപ്പൊ തന്നെ ലതീഷിനെ വിളിച്ച് പറഞ്ഞു. ലതീഷ് വിളിച്ചപ്പോഴും ഒരു ഫോൺ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ലതീഷിന് ആളെ അറിയായിരുന്നു, ആർക്കാണ് താൻ ഈ ടിക്കറ്റ് വിറ്റതെന്ന്. പക്ഷെ ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞില്ല. അതിനുശേഷം ഇവര് ലതീഷിനോട് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് ആളെ അറിയായിരുന്നു. പക്ഷെ എന്നിട്ട് അവരോട് ഇദ്ദേഹം വിളിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തോട് അവർ പറഞ്ഞു, എന്റെ പൊന്ന് സാറേ, പേര് പറയില്ലേ, എന്നെ നിങ്ങൾ തീർക്കരുത്, ഞാൻ വലിയ ഭയത്തിലാണ്, എന്റെ പേര് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അതുകൊണ്ട് ഇദ്ദേഹം മാധ്യമങ്ങളൊന്നും പറഞ്ഞ് അവരെ വഴിക്ക് വിട്, ദൈവത്തോർത്ത് നിങ്ങൾ അവരെ പുറകെ പോകരുത്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോട്ടറിയുടെ ഈ ടിക്കറ്റിന്റെ കോപ്പി ഇദ്ദേഹത്തിന് കിട്ടിയാൽ ഇദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ ഫോണിലേക്ക് അയച്ചിട്ടാണ് ഈ ലോട്ടറി ഇവർ കൊടുക്കുന്നത്. നേരിട്ട് പോലും അല്ല കൊടുക്കുന്നത്. അതിനുശേഷം ഈ കൂട്ടുകാരനടക്കമുള്ള ആളുകൾ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ വീടും പൂട്ടി മകളുടെ വീട്ടിലേക്ക് പോയി. ഇനി മകളുടെ വീട്ടിൽ എന്തായാലും പോകാൻ പറ്റൂലല്ലോ. കാരണം ഇന്ന് രാവിലെ ഞാൻ റിപ്പോർട്ടർ ചാനൽ നോക്കിയപ്പോൾ അരുൺകുമാർ പറയണം, ആ ഭാഗ്യശാലി ഇന്ന് തന്നെ ഞങ്ങൾ കണ്ടെത്തും, ഇന്ന് ആ ഭാഗ്യശാലി ടിക്കറ്റുമായി ബാങ്കിലെത്തും. അതുകൊണ്ട് തീർച്ചയായിട്ടും നെട്ടൂർ എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ ഭാഗത്താണല്ലോ. അപ്പോൾ എങ്ങനെ അവരെ പിടിച്ച് നാട്ടുകാരെ മുമ്പ് ഇട്ടുകൊടുത്ത് അവരെ തീർക്കണം. കാരണം ചിലപ്പോൾ അവർക്ക് ഭർത്താവ് ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് 2 പെൺമക്കൾ എങ്ങാണ്ടാണ് അവരുടെ ഇതെന്ന് തോന്നുന്നു, കൃത്യമായി പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ദിവസം ജോലി ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ എത്രയാണെന്ന് നമുക്കറിയാം. 15 കോടിയാണ് എല്ലാ ടാക്സും കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ കിട്ടുന്നത്. ഈ 15 കോടി അവർക്ക് അവരുടെ മക്കളും അവരൊക്കെ ആയിട്ട് എങ്ങനെ ചെലവാക്കണമെന്ന് അവർക്കറിയാം. അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ മാധ്യമങ്ങൾ വലിഞ്ഞു കയറിപ്പോയി അവരുടെ ജീവിതം. ഈ അനൂപ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന്റെ അങ്ങേ തവണ 2023 ഓണം മെമ്പർ അടിച്ച അനൂപിനെ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കി വിട്ട് അനൂപ് സ്വയമേ വന്ന് പറഞ്ഞു. അവസാനം അനൂപിനെ പറയുന്നു 3 മാസമാണ് വീടിനകത്ത് ഇരിക്കേണ്ടി വന്നതെന്ന്. കൊച്ചിന് ആശുപത്രി കൊണ്ടുപോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയാളെന്ന്. ധനമുള്ള ആളാണ് പറയുന്നത് കൊച്ചിന് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അതായത് ഈ ലോട്ടറി കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു ഇതുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് ചുമ്മാ കിട്ടുന്നതല്ലേ ഇത്, അപ്പൊ പിന്നെ കുറച്ചങ്ങ് തന്നാ എന്ത് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിപ്പോ തന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ചുമ്മാ പണിക്കൊന്നും പോലെ ഈ മാസം 10-20,000 ഞാൻ 12 കോടി ഇരിക്കല്ലേ, 20,000 ചോദിച്ചോളൂ എന്നുള്ളത്. ഇതിന് മുന്നേ ലോട്ടറി അടിച്ച ജയമോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ബൈക്ക് എടുക്കാൻ വേണ്ടി വേറൊരു ചാനൽ ഇരുന്നപ്പോ പോയിട്ടുണ്ട്. 2022 തോന്നുന്നു, 22 തോന്നുന്നു. അപ്പൊ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഈ ബമ്പർ അടിച്ചതിന് ശേഷവും അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ എവിടെയാണ് അദ്ദേഹം ഓട്ടോറിക്ഷ തന്നെയാണ് ഓടിക്കുന്നത്. ഈ പൈസ അദ്ദേഹം കൃത്യമായി മക്കൾക്ക് 2 ആമക്കളാണ്, വീടൊക്കെ പഴയ വീട് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിച്ചതിനാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഉമ്മക്കത്തുകൾ വരും. അത് ആരെയെന്നറിയാമോ? പല സാമുദായിക ഈ സ്ലീപ്പർ സെല്ലുകളുള്ള പല സംഘടനകളിൽ നിന്ന് ഊമക്കത്ത് വന്നിട്ട് തൃശ്ശൂർ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അവർക്ക് ഇത്ര രൂപ ബാങ്കിൽ അടയ്ക്കണം, കടമുണ്ട്, ആ പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിന്റെ തലവെട്ട്. അദ്ദേഹത്തിന് വരുന്ന ഊമക്കത്തുകളാ. എന്നിട്ട് പല സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് ഊമക്കത്തുകൾ വരും.
അദ്ദേഹം എന്നിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഇന്ന വീട്ടിലെ ഇന്ന ആളിന് മര്യാദയ്ക്ക് നീ പൈസ കൊടുത്തില്ലെങ്കിൽ അവരെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്, അവർക്ക് സ്ഥലം വാങ്ങണം, നീ മര്യാദയ്ക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ നിന്റെ കാലും കൈയും വെട്ടും. അപ്പൊ ഞാൻ ഈ അദ്ദേഹത്തിന് രൂപ കത്തുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ബൈറ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ പോയതാണ്. അപ്പൊ ഞാൻ പോയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, ഓട്ടോറിക്ഷ ഓടിങ്ങനെ പോയി. തിരിച്ച് ഇതിന് മുൻപ് ഞാൻ 2 തവണ അദ്ദേഹത്തിന് ബൈറ്റ് എടുക്കാൻ പോയതുകൊണ്ട് അറിയാം നമുക്ക്. അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിൽക്ക്, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് തന്നെ വന്നു. എന്നിട്ട് ആ നമ്പർ എന്നോട് കാണിച്ചിട്ടപ്പോൾ ഞാൻ ലൈവായിരുന്നു അന്ന്, ഞാൻ ലൈവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ലൈവിൽ തന്നെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ ആ നമ്പറിൽ എടുത്ത സ്ത്രീ പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്ത് പോലുമില്ല. അവരുടെ ഹസ്ബൻഡ് ദുബായിൽ എവിടെയാണ്, 2 മക്കളുണ്ട്. അവര് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ഫോണിൽ വിളിച്ചത്. അവര് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾക്ക് ലോട്ടറി കിട്ടിയ കാര്യം പോലും അവർ അറിഞ്ഞിട്ടില്ല എന്ന് അവര് പറയുന്നത്. അപ്പൊ ഞാൻ കുറെ തവണ അവരോട് വിളിച്ചു, കാരണം ഇവര് പോലീസ് പരാതി നൽകാൻ പോവുകയാണ്. ഈ സ്ത്രീയും ഇവിടെ കൊച്ചിയിൽ അല്ല, ഇവര് തൃശ്ശൂരുള്ളതാ. പക്ഷെ ഇയാൾക്ക് കത്ത് വന്നത് മുഴുവൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിലെ ഇന്ന വീട്ടിലെ പ്രശ്നമുണ്ട്, അത് വീടിന്റെ അഡ്രസ്സും ഇതൊക്കെ എല്ലാം കള്ളവാ. അക്കൗണ്ട് നമ്പരും ഈ അക്കൗണ്ട് നമ്പർ പൈസ അയക്കണം. തൃശ്ശൂർ കേന്ദ്രീകരിച്ച ഒരു സാമുദായിക സംഘടനയുടെ പേര് നമ്മൾ പറയുന്നില്ല. എനിക്കറിയാം സംഘടനയുടെ പേര്, പക്ഷെ പറയുന്നില്ല, കാരണം കയ്യും കാലൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, പറയുന്നില്ല. അതുകൊണ്ട് ഇവര് വിളിച്ചിട്ടും ഊമൊക്കെ തയ്ച്ചിട്ട് ഇങ്ങനെയാണ്. അതപ്പോ അദ്ദേഹം അതുകൊണ്ട് പറയാണ്, ഇനി ഏതെങ്കിലും കാലത്തെ ടിക്കറ്റ് എടുത്താൽ അടിച്ചാൽ പോലും ഞാൻ മാധ്യമങ്ങൾ ജീവിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം നാട്ടുകാരെ അറിയിക്കാതെ നമുക്ക് എങ്ങനെയും മുന്നോട്ട് പോവാം. കാരണം നമ്മളിത് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുകയാണ്, നമ്മൾ പിന്നെ ലോട്ടറി അടിക്കാത്തവരെ പോലെ നമ്മളങ്ങ് പോയാൽ ഇതാരും അറിയാൻ പറ്റും. പക്ഷെ ഈ മാധ്യമങ്ങള് നമ്മളെ കൊലയ്ക്ക് കൊടുത്തിട്ടേ ഇവർ അടങ്ങുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു ജീവിതത്തിൽ. ലോട്ടറി അടിച്ചാൽ ഞാൻ അവരോട് പറയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ വാർത്ത കാണുന്ന ഈ സ്ത്രീ, അമ്മ എന്ന് വിളിക്കാം നമുക്ക് അവരെ, ഈ അമ്മ നമ്മുടെ വാർത്തകൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അമ്മയോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വരരുത്. ഈ വാർത്ത വന്നതിന്റെ അന്ന് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്, ആർക്കാണോ ലോട്ടറി അടിച്ച് അവരോട് ഞങ്ങൾ തീർത്തും പറഞ്ഞതാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വരരുത്. ആ പണം എങ്ങനെ വിനിയോഗിക്കണം. ഇപ്പോൾ ഈ വിജയ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്ത് ഈ സമയത്ത് ഒരുപാട് ആളുകൾ, ഒരുപാട് ബന്ധുക്കളും ഒക്കെ വന്ന് കൂടും. പണം ഉള്ളിടത്ത്, കാരണം ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, 15 കോടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലോ, ചുമ്മാ കിട്ടിയതല്ലേ. അതുകൊണ്ട് നമുക്ക് 1 കോടി താ, 2 കോടി താ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകാനും. ഇത് സമർത്ഥമായി എങ്ങനെ വിനിയോഗിക്കണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ചിട്ടി, മറ്റേത് ചിട്ടി, വട്ടി എന്നൊക്കെ പറഞ്ഞ കുറെ ടീമുകൾ. സിനിമ എടുക്കണമെന്ന് വരെ പറയും. സിനിമ ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ചെലവാക്കാൻ വേണ്ടി നമുക്കൊരു മടി കാണും, അത്യാവശ്യം ചെലവാക്കാൻ. ഈ അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ പാടാണ്, കുറച്ച് പാടാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ പറ്റിക്കാനുള്ള എളുപ്പമാർഗമാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇത് ചിട്ടിയല്ല, പിന്നെ മ്യൂച്വൽ ഫണ്ട്. പല ബാങ്കുകാർ ഇൻട്രസ്റ്റ് ഇത്ര ശതമാനം കൊടുക്കാന്ന് പറയും. അങ്ങനെ പലരെ സമീപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും വേറൊരു കാര്യം കൂടെ, ഈ 12 കോടിയില് ഈ പല ഇതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല ബാങ്കുകളിലായിട്ട് ഇടണം. അത് ഒരു ബാങ്കിൽ കൊണ്ട് എല്ലാം കൂടെ ഇടാതെ, അങ്ങനെ ബാങ്കുകാർ ആവശ്യപ്പെടും. ബാങ്കുകാർ നിങ്ങളോട് ആവശ്യപ്പെടും ഇത് ഒറ്റ ബാങ്കിൽ ഇട്ട്. അവർക്ക് അതാണല്ലോ അവരെ സംബന്ധിച്ച് ലാഭം, അവരുടെ ലാഭം നോക്കത്തുള്ളൂ. നിങ്ങളിത് പല ബാങ്കുകളിലായിട്ട്, അതും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാത്രം, ഈ മറ്റേ ഇവിടുത്തെ ലോക്കൽ ബാങ്കുകളിലൊന്നും, പ്രത്യേകിച്ച് സഹകരണ ബാങ്കിലൊന്നും സഹകരണ ബാങ്കുകളൊന്നും ഒരിക്കലും കൊണ്ടുപോയി നിങ്ങൾ ഫണ്ട് ഇടരുത്. കേരള ബാങ്ക്, സഹകരണ ബാങ്ക്, ഈ സ്ഥലങ്ങളിലൊന്നും ദൈവത്തെ ഓർത്തുകൊണ്ട് ഫണ്ട് ഇടരുത്. SBI പോലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടുക. പലിശ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. മാത്രമല്ല ഈ 15 കോടിക്ക് 2 വർഷത്തേക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. 2 വർഷത്തേക്ക് വീണ്ടും നമ്മൾ ടാക്സ് കൊടുക്കണം. 12 കോടിയേ കിട്ടത്തുള്ളൂ. 12 കോടിയേ കിട്ടത്തുള്ളൂ. 25 കോടിയിൽ 12 കിട്ടുള്ളൂ. അതിൽ 12 2 വർഷം പിന്നെ ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചിലവാക്കുകയും ചെയ്യരുത്. ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ മക്കൾക്ക് വീടില്ലെങ്കിൽ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. വീട് വാങ്ങിച്ചു കൊടുക്കുക, അത് ഒരുപാട് ആർഭാടങ്ങൾ ഓർത്തൊന്നും തുടക്കത്തിൽ എല്ലാ പൈസ എടുത്ത് കളയരുത്. അതുകൊണ്ട് നല്ല ഒരു CA കാരനെ പോയി കാണുക. അതെ, കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു CA കാരനെ പോയി കണ്ട് അദ്ദേഹത്തിന് കുറച്ച് പൈസ, അദ്ദേഹത്തിന്റെ ഫീസ് കൊടുത്തിട്ട് എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ കൃത്യമായി അദ്ദേഹത്തിന് പഠിക്കുക. അങ്ങനെ വേണം ഇത് മുന്നോട്ട് പോകാൻ. അതെ, പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടെ, പൊന്നമ്മ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വരരുത്. ഇതൊരു അപേക്ഷയാണ്, വരരുത്. വന്നാൽ നിങ്ങളുടെ ജീവിതവും ജീവനും ഒക്കെ പോയി കിട്ടി എന്ന് പറഞ്ഞാൽ മതി. മാധ്യമങ്ങൾക്ക് ഇതൊരു റേറ്റിംഗ് ആണ്, അത് നിങ്ങൾക്കറിയില്ല. അവർക്കൊരു അരമണിക്കൂറത്തെ റേറ്റിംഗ് വെച്ചിട്ട് അവര് ഇതങ്ങ് പോകും. അത് കഴിയുമ്പോൾ അനുഭവിക്കേണ്ട നിങ്ങളാണെന്നുള്ളത് മറക്കാതിരിക്കുക.